ഹായ്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ? ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തിനും പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇവിടെ എന്നെ കളിയാക്കി ചിരിക്കാനായിട്ട് എൻ്റെ 4 മക്കളകത്ത് ഇങ്ങനെ നിൽക്കണേണ്, പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ശ്വാസം വിട്ട് നിൽക്കണേണ്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. കണ്ടെന്നെ കൊണ്ട് നടക്കും, പിന്നെ തുടക്കമല്ലേ. അപ്പം ചെറിയ അല്ലറിയില്ല. നമ്മൾ എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മളൊന്ന് നടക്കാൻ പഠിക്കണത്, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അതേ ഇവിടെ സംഭവിക്കണുള്ളു. എന്താ ഒന്നും പറയാനില്ലേ? നിനക്കൊക്കെ പറ, എല്ലാരും നോക്കിക്കാതെ പറ. ഇവനെ വീഡിയോ എടുക്കുമ്പോ പറയാമേ, മിണ്ടാതേക്കല്ലേ, പറയാമേ, പറയണ്ട. ഇല്ല 3-4 ടേക്ക് പിന്നെ ഒരു പ്രാവശ്യം മാത്രം അക്ഷരം തെറ്റി വന്ന്. ഇത്രയും പ്രായമായ ഞാനല്ലേ എന്തെങ്കിലും പറയുമ്പോ വെള്ളി സ്വർണ്ണമൊക്കെ ഇത്തിരിയൊക്കെ വീഴും. അപ്പൊ ഇനി തെറ്റുകുറ്റോ ഞാൻ വേറെ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോണെയാണ്. ഞാൻ എന്റെ സ്വന്തം ചാനൽ തുടങ്ങാൻ പോണെയാണ്. അപ്പൊ ഇതങ്ങനെ വിജയിച്ചു. അതെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ നൈറ്റ് റൈഡിന് പോകുമ്പോൾ അല്ലേ? നൈറ്റ് റൈഡ് അമ്മ കാണണല്ലേ? എന്നെ കണ്ടോ? നിങ്ങൾ കണ്ടോ? നൈറ്റ് റൈഡിന് പോകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴേണ്ടാ. ഞങ്ങളപ്പോ എവിടേക്കാണ് പോണത്? എന്താണ് ബീച്ചിലാണ് പോണത്. സർപ്രൈസ് ഒന്നും അല്ല. സർപ്രൈസ് ഞാൻ എടുക്കണ വീഡിയോ, ഞാൻ തുടങ്ങിയ വീഡിയോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ഞാൻ പറയും അവിടെ ചെല്ലുമ്പോഴും ക്യാമറ പിടിക്കണം. ഇത് കട്ടാക്കുന്നതോടെ വീഡിയോ തീരോട്ട് അങ്ങനെ ഇല്ല, ഞാനായിരിക്കുമല്ലോ അവിടെ ചെല്ലുമ്പോഴും ക്യാമറ പിടിക്കണത്. അങ്ങനെ പാടില്ല. ഞാൻ അത്രയും ആക്ഷേപിച്ച് ഇവരകത്തിരുന്ന് എനിക്ക് നല്ല വിഷമം. എന്നാന്ന് വെച്ചിട്ട് മരുമോളൊക്കെ ചിരിക്കണം. തുണിയില്ലല്ലോ തുടക്കാൻ. തമാശ കുറഞ്ഞുണ്ടാ അതൊക്കെ രസം. അതെ അമ്മേ, അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങിയാണ്. നമ്മളിത് പുറത്തേക്ക് പോകണം, ബാക്കി വിശേഷങ്ങളെ പോണ വഴി പോകണം. അപ്പൊ നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നേരെ നമുക്ക് പോവാം അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മളപ്പോ അങ്ങനെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോ ഇവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ട. ഇതേപോലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ടെസ്റ്റൊക്കെ നടക്കണേന്. ഓരോന്ന് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഇപ്പോൾ വന്നാലും ചെയ്യുന്ന ഗെയിമാണ് ഈ എറിഞ്ഞ് വീഴ്ത്തണ സംഭവം. അപ്പോൾ അതിന് എറിഞ്ഞ് വീഴ്ത്താനായിട്ട് പോയാണ്. അവിടെ എത്ര വീണാലാണ് ഗിഫ്റ്റ് ഇടുന്നത്? 18 ഇട്ടാൽ അതുപോലെ കാണുന്ന നമ്പർ ഇട്ടേക്കണ ഗിഫ്റ്റുകൾ കിട്ടും. അപ്പൊ അത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എറിയണത് കാണിക്കാട്ടാ. ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ 1 മാത്രമേ വീണുള്ളൂ. 18 കിട്ടണം, എന്നാലാണ് കിട്ടുള്ളൂ. എല്ലാരും ചീത്ത പറഞ്ഞ നോക്കിയണ്ട. എത്രയല്ല വീണേ? അയ്യോ 4 വീണുള്ളൂ. 18 വന്നാലേ കിട്ടുള്ളൂ. ഇനി ചോദിച്ചിരാൻ പോകുന്നത് 6 10. ഇനി 8 വീഴണം. 8 അപ്പൊ കിട്ടൂല. അപ്പൊ 18 വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബോക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. പ്രൈസ് കിട്ടി. അങ്ങനെ പറയരുത്. എന്താണ് 35 വീഴ്ത്താൻ ഒരിക്കലും സാധിക്കില്ലെന്ന്. 50 രൂപ നമുക്ക് സ്പീക്കർ വേണമായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനി നമുക്ക് ബൂസ്റ്റ് മേടിച്ചാലോ? അപ്പുറത്ത് ബൂസ്റ്റ് 5 രൂപ. ഞാൻ വീഴ്ത്തിയത് 6-5. അപ്പൊ എന്തായാലും നമുക്ക് നടന്ന് കാണാട്ടോ. നമുക്ക് ബൂസ്റ്റ്
ബൂസ്റ്റ് മേടിക്കാം. ഇനി ശ്രുതിയുടെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് വലുത്. അപ്പുറം അതുപോലെ റൗണ്ടിൽ വീഴ്ത്താവുന്നതുണ്ട്. ഇപ്പൊ നോക്കാം. ഇനി അടുത്തത് ഉന്നം വെച്ച് എറിയാൻ പോകണ്ടട്ടാ. ഇനി അടുത്തത് മറ്റേ റൗണ്ടിലുള്ള സാധനമാണ് എറിയാൻ പോണത്. എന്ത് തകർക്കും. ഓ ചീറ്റിപ്പോയി. ബൂസ്റ്റിൽ ഉന്നം വെച്ചിട്ട് വേറെ ആരെങ്കിലും അറിയണ്ടാ? എല്ലാം ചീറ്റിപ്പോയി. ഷെണ്ണനായി മുഖത്ത് നിൽക്കണേന് വീഴണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് ഒന്നും വീഴണില്ല. ഞാൻ ക്യാമറ ഓഫാക്കാൻ പോവേണേ. അവരോടെ ഉള്ളൂ തോന്നണം. അതും കൂടെ വീണ്ടും വീഴ്ത്താം. ഓ ബൂസ്റ്റിന്റെ ഫ്രണ്ടിൽ വീണു. ബൂസ്റ്റ് കിട്ടൂല. അങ്ങനെ വീണാലേ കിട്ടുള്ളൂ എന്നാണ് അവര് പറയണത്. ഇനി ചേച്ചറിയാൻ പോവേണ്. ഇത് ഫോൺ പിടിക്കും. അത് വേറെ ഏതോ വഴിക്ക് പോയി. ഓ ഗൈസ്, അതിനിടക്ക് ഐസ്ക്രീം തീറ്റയായി. ഞങ്ങൾക്ക് പ്രൈസ് കിട്ടി. ഇത് പ്രൈസും പിടിച്ചിരുന്നു, ഐസ്ക്രീം തിന്നുന്നു. അത് നേരത്തെ കണ്ടായിരുന്നു പ്രൈസ്. പക്ഷെ കേട്ടാ പറഞ്ഞൂടാ പറഞ്ഞു. ഐസ്ക്രീം കിട്ടി ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കിയാൽ പിന്നെ മിണ്ടേമില്ല. അങ്ങനെ ഇരുന്നോളൂ. വേഗം പറഞ്ഞാൽ ഈ പാർട്ടി ചെയ്തൊന്നും ഇപ്പൊ കോപ്പറേറ്റ് അവിടെ ഐസ്ക്രീം ഇല്ലാത്തോണ്ട്. ആ ശരി എന്നാ. മാധവൻകുട്ടി ഞങ്ങളെ അയ്യോ ഞങ്ങള് നടക്കുമ്പോ ബാക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പോര്. അമ്മ ജെറ്റിട്ട് പാഞ്ഞു പോണീണ്. എവിടെയായിട്ടാണ് ഇതിന്റെ മോളിക്കൊരു പോണ്ടേ? എന്നിട്ട് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ആണ് ആൾക്കാർ പിടിച്ചെടുത്തോണ്ട് അമ്മനെ കിട്ടണ്ടല്ലേ. ഇങ്ങോട്ട് വരണ്ടേ? ഞാൻ ഒന്നും കേക്കില്ല. ഇവിടെ കയറിപ്പോണ കൊച്ചില്ലേ, പിങ്ക് കിട്ടണ കൊച്ചി. ആ പിങ്ക് കിട്ടണ കൊച്ചിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരും നോക്കിക്കേണ്ട. കഷ്ടപ്പെട്ടാണ് കയറുന്നത്. എന്റെ ഇടക്കിടക്ക് വന്ന് അച്ഛനും ഉമ്മ കൊടുത്തിട്ട് പോകും. അച്ഛനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കണ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ അത് കണ്ടപ്പോ രസം പിടിച്ചിരുന്നു കൊറേ നേരം നോക്കിക്കണത് ഇവിടെ. ഹലോ, അപ്പോൾ നോക്കി നമ്മളുടെ ചെറായിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം വേറൊരു പരിപാടി. നമ്മുടെ വീടിനെ തൊട്ടടുത്തിന് വേറെ പരിപാടിയൊന്നുമല്ല. നമ്മൾ സ്ഥിരം വന്ന സ്പോട്ടാണ്. ഇവിടെയൊക്കെ നമ്മുടെ പ്രാക്ടീസൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഇതവിടെ കണ്ട അവിടെ ലൈറ്റും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ എല്ലാവരും ഉണ്ട് അവിടെ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ രീതിയുണ്ട്. നമ്മുടെ ആൻറ്റിയുടെ മോനും കൂടിയുണ്ട്. ആൻറ്റിയുടെ മോൻ അതായത് ജർമ്മൻകാരനാണ്. അപ്പോൾ ആളൊക്കെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു അവരുടെ ഡിഷൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ആംബിയൻസ്? ഓക്കെ. ഇങ്ങനെ അപ്പുറത്ത് അവിടെ അങ്ങനത്തെ ഇത് പുഴയുടെ സൈഡിൽ തന്നെ കാട് പോലെ രാവിലെ കാണിച്ചിട്ടുണ്ടാവും. ഇതാണ്ട. അപ്പോൾ നോക്കി നേരെ ഇവിടെ ഇരിക്കേണ്ട എല്ലാവരും ഇങ്ങനെ അട്ടിയിട്ട പോലെ ഇരിക്കുകയാണ്. ചൂട് കാപ്പി തൊണ്ടവേനാണ്. സൗണ്ടൊക്കെ പോയി നമ്മുടെ അയ്യോ വന്നിട്ട് സംസാരിക്കണില്ലേ? ഫോൺ ഒരു 150 ഫോൺ മനുണ്ട്. ആ കോൾ ലിസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതെ. അപ്പൊ നോക്കിയാ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നോക്കിയാൽ ഓരോരോ ഐറ്റംസ് വരുന്നുണ്ടല്ലേ നമ്മുടെ സ്പെഷ്യൽ. എന്തായാലും നമ്മളിന്ന് ഹലോ അമ്മക്ക് മാത്രമുള്ള ചോറ്. അമ്മക്ക് മാത്രമുള്ള ചോറ് എന്തായാലും. അതെ അതെ. അപ്പൊ നോക്കി ഇവിടുത്തെ ആന്റി തുടങ്ങിയിട്ടാ. അവിടെ ആന്റിയുടെ പുറത്തെ ഡിഷുകളൊക്കെ സെറ്റ് ചെയ്തല്ലേ? ഇങ്ങനെ അവിടെ എന്താണ് ഇത് സലാഡ്, ഇത് സലാഡ്, ഇത് ചീസ്, ഇത് സ്പഗേറ്റി. അവിടുത്തെ ഭാഷ പറയാല്ലേ? യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡിലെ ഫുഡാണിത്.
അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. അതെ. അപ്പൊ ഇതിന്റെ പുറകില് ആന്റിയുടെ മോനുണ്ട് കേട്ടോ. ഇച്ചിരി വീഡിയോയില് ഷൈയാണെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ആള് വരും. നമുക്കൊരു മടി ഇങ്ങനെ അതെ ഇഷ്ടമാണെങ്കിലേ. അപ്പൊ ആള് ഒക്കെ ആണെങ്കിൽ നമ്മള് പിന്നെയും കാണിക്കും. അതെ അതെ തക്കോക്കൂടെ എന്തോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അല്ലേ. നമ്മുടെ വീഡിയോസിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ കഴിക്കണം, അല്ലെങ്കിൽ അവൻ ആണ്. ഹലോ അപ്പൊ നോക്കി നല്ല വാട്ടത്തിലാണ്ടാ. വാട്ടങ്ങൾ പിന്നെയും വാട്ടങ്ങളല്ലേ. അതെ, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണല്ലോ ഇതിന്റെ രീതികൾ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ 2-3 ദിവസത്തെ വീഡിയോ ആണ് അല്ലേ. 2-3 ദിവസം അതിൻ്റെ ഇടയ്ക്ക് കുറെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു. അതിൻ്റെയൊക്കെ ചില സാങ്കേതിക കാരണത്തിൽ അന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ എടുത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി. സംഭവം വെച്ചാൽ പുള്ളി ഇത്തിരി ഷയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ തന്നെ വിഷയം അല്ലേ. അതങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ലാത്തവരുടെ അടുത്ത് നമ്മളങ്ങനെ പറയാറില്ല, നിർബന്ധിക്കാറില്ല. അതെ, അവിടെ സ്റ്റോപ്പ്. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ദേഷ്യത്തിൽ അല്ലട്ടോ, അതൊന്നും അല്ലട്ടാ. നമ്മള് നമ്മളുടെ മര്യാദ കാണിക്കുന്നു, അവരവരുടെ മര്യാദ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. ഞങ്ങള് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് കുറെ നേരം സംസാരിച്ചിരുന്നു. 10-11 മണി അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്ത് എന്താണ് അതിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നില്ല, എന്താണ്ടല്ലേ നീ പറഞ്ഞില്ലല്ലേ. സ്പെഗറ്റിയ എന്തോ സ്പെഗറ്റി എന്ത് ജർമ്മൻ വേർഡാണല്ലേ, ജർമ്മൻ ഫുഡാണ്. അല്ല, പുറത്തുള്ള ഫുഡ് അങ്ങനെ സ്പെഗറ്റി പറയാറുണ്ട്. നമ്മുടെ ഇവിടെയും കിട്ടാറുണ്ടല്ലോ അത്, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിൽ മാത്രം. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഫ്ലേവറിൽ ഇപ്പൊ നമ്മൾ സത്യം. പിന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സാലഡ് പോലെ അല്ലായിരുന്നു. വേറെ കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. സുധീർ ഫ്രണ്ട് പോണ്ട വഴി പേടിച്ച്. ഇവിടുത്തെ ആസ്ഥാന പേരിപ്പെടുത്തുന്ന പട്ടിയാണ്. ഇതാണ് അതവിടെ വളവിലുള്ളത്. എന്നെ ഓടിച്ചിട്ടുണ്ട് വണ്ടിക്ക് പോകുന്നപ്പോ. ആർക്കെല്ലാം സുധീനെ കണ്ടൊന്ന് ഓടിക്കാൻ തോന്നും അല്ലേ. മുഖത്ത് കറുത്തും അതുകൊണ്ട് ഞങ്ങൾ ശത്രുതയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ കുറെ രസകരമായ കുറെ ദിവസങ്ങൾ. പിന്നെ അതിന്റെ ഇടയിൽ ഇന്നലെ ട്രസ്റ്റിന്റെ പരിപാടിയുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ടല്ലേ. സെക്കൻഡ് ചാനൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ അതെ സുധീര വീട്ടിൽ അവിടെ പരിപാടിയായിരുന്നു. അവിടെ ട്രസ്റ്റിന്റെ ഇതായിരുന്നു, എല്ലാ വർഷവും ഉണ്ടാവുന്ന പരിപാടിയാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുപ്പിയിൽ വെള്ളം നിറക്കല് ഞാൻ മത്സരിച്ചു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മത്സരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് പറ്റൂലായിരുന്നല്ലോ. എന്നാലും ഞാൻ 2 മത്സരിച്ചു. പാത്രം കിട്ടി, ടീമിനൊരു പാത്രം കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതെ, അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. അധികം കുറച്ച് ദിവസങ്ങൾ നീണ്ടുന്ന വീഡിയോ വരുന്നു. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഞങ്ങൾക്ക് അടുത്ത ദിവസം ടെസ്റ്റ് ഒക്കെ ഉള്ളതാണ്. അതായത് നാളെ പോകണം ഞങ്ങൾക്ക്. നാളെ നമുക്ക് എന്ത് ടെസ്റ്റ് ആണുള്ളത്? ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ. അതിന്റെ ബാക്കി വിശദീകരിച്ചുള്ള വീഡിയോ അടുത്ത പറയാം. അപ്പൊ ഇന്നത്തെ കൊച്ചി പക്ഷെ ഞാൻ വീഡിയോയിൽ എനർജി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുഡ് കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒന്ന് എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞ 12 മണിക്ക് ശേഷം ഒന്നും കഴിക്കാൻ പാടില്ലെന്നാണ്. രാവിലെ 8 വരെ എന്നാ പറഞ്ഞത്. പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 11 മണി വരെയൊക്കെ കഴിക്കാണ്ടിരിക്കാൻ അവസരം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും ഓണാവൂലായിരിക്കും മിക്കവാറും. എന്നാലും ടെസ്റ്റ് നടത്തണമല്ലോ. ആ മര്യാദക്ക് നടത്തി വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണേന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം, ഓക്കെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കണം. ബാക്കി വിശേഷങ്ങളെല്ലാം കാരണം അടുത്ത വീഡിയോ പറയുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.